ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ മാമച്ചാൻ്റെയും ഗ്രേസി ആൻറ്റിയുടെയും ബ്ലഡ് റിസൾട്ടും ഹെൽത്ത് ചെക്കപ്പിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസി ആൻറ്റിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ മാമച്ചായന് എല്ലാതും കൂടുതലാണ്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും യൂറിക് ആസിഡും അങ്ങനെ. അപ്പോൾ നമ്മുടെ ഗ്രേവതിക്കുട്ടി നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മാമച്ചായനെ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ കൂടുതലുണ്ടോ അതെല്ലാം മാമച്ചായന് കൂടുതലാണ്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. മാമച്ചായൻ പറയുന്ന മറുപടി ഭയങ്കര രസമാണ്. നീ പറയുന്ന പോലെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, നീ പറയുന്ന ജ്യൂസ് കുടിക്കുന്നുണ്ട്, നീ പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇതിങ്ങനെ കൂടുന്നെങ്കിൽ ചിലപ്പോൾ കാരണവന്മാർ എനിക്ക് തന്ന ജീനിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുകയാണ് പുള്ളി. അപ്പോൾ രേവതിക്കുട്ടി പറയും, അതെനിക്ക് മനസ്സിലായി, കാരണവന്മാരെ കുറ്റം പറയുന്നത് വേണ്ട, ഞങ്ങൾ കാണാതെ കാറിൻ്റെ ഉള്ളിലും പറമ്പിലും അതുപോലെ ക്ലബിലൊക്കെ പോയി കഴിക്കുന്നത് ഞങ്ങൾ ആരും അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതൊക്കെ ചെയ്തിട്ടല്ലേ ഇപ്പം ഇതൊക്കെ കൂടിയത്, എന്നിട്ട് കാരണവന്മാർക്കില്ലാത്ത കുറ്റമൊന്നുമില്ല എന്ന് പറയാണ് രേവതി. അപ്പോൾ ഗ്രേസി ആൻറ്റിയും രേവതിയുടെ കൂടെയൊക്കെ തന്നെ കൂടെയാണ്. ശരി തന്നെയാണ്, മാമച്ചൻ ഇതൊക്കെ ചെയ്യുന്ന കാരണം തന്നെയാണ് മാമച്ചൻ ഇതൊക്കെ കൂടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ നല്ല കിഴുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ അവരെ രണ്ടുപേരെയും നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ റിങ് ചെയ്യണത്. അപ്പോൾ രേവതി ഫോൺ എടുക്കാൻ പോകും. ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയായിരിക്കും അപ്പുറത്ത്. അപ്പോൾ മാമച്ചാനും ഗ്രേസി ആൻറ്റിയും അവിടെ നിൽക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൽ. ഈ ഇവള് പുറത്തേക്ക് ഫോണായിട്ട് പോകും. അങ്ങനെ അപ്പോൾ എൻ്റെ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ പറയും, ഞാനിപ്പോൾ കൊല്ലപ്പള്ളിയിലാണ് നിൽക്കുന്നത്, വേറൊന്നുമല്ല, എന്താണ് മാഡം ഭയങ്കര പ്രതിഷേധത്തിലായിരുന്നു, പിന്നെ ഇപ്പോൾ ബബിതയും രോഹിത്തും കൂടി എൻ്റെ കുടിച്ച് പുള്ളിക്ക് കൂട്ടിന് ആരും ഇല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ കൂട്ട് തേടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കൊല്ലപ്പള്ളിയിൽ. ഇപ്പോൾ ഇവിടെയാണ് എല്ലാവരും കൂടി നിൽക്കുന്നത്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ, അതൊന്നും നടക്കുന്നില്ല. പിന്നെ രോഹിത്തിൻ്റെ ഡിസ്മിസൽ മാറ്റി സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്, അതൊന്നും ആഘോഷിക്കാൻ കൂടി പറ്റിയില്ല, അപ്പോഴേക്കാണ് ഈ പുതിയ പ്രശ്നം വന്നത് എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, എന്താണ് രോഹിത്തിൻ്റെ അവസ്ഥ, രോഹിത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്തിൻ്റെ സ്വഭാവത്തിൽ നന്നായി മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പം നല്ല കുട്ടിയാണ്, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയും. പിന്നെ അവിടെ എന്താ വിശേഷം, മാമച്ചൻ്റെ ഗ്രേസി ആൻറ്റിയുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്? അപ്പോൾ രേവതിക്കുട്ടി ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോണ്ട് ദേ മാമച്ചൻ ഗ്രേസി ആൻറ്റിയുടെ തോളത്ത് തല വെച്ച് കിടന്നുറങ്ങണം. അപ്പം അതായത് പുള്ളിക്കാരി ഇരുന്നപ്പോഴത്തേനും ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ ഇത് കണ്ടിട്ട് രേവതിക്കുട്ടിക്ക് ചിരിയും വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ ചിരിച്ച് നിൽക്കും. അങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ ഗ്രേസി ആൻറ്റി പറയും, നീയും വായോ, നീയും കൂടി കിടന്നു എൻ്റെ തോളത്ത്. അങ്ങനെ രേവതിക്കുട്ടിയും കൂടെ വന്ന തോളത്ത് ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ടോണിച്ചായൻ വരികയാണ്. ടോണിച്ചായനും ഇവരെല്ലാവരും കൂടിയിട്ട് ഷെറിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ പുള്ളീനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൂടാക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഉടനെ ടോണിച്ചായൻ പറഞ്ഞു, ഞാനൊന്നും അറിയാതെ കുടിച്ച് പോയിട്ട് ചീത്ത പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗ്രേസി പറയും, അത് ഈ രേവതിക്കുട്ടിയുടെ വാക്ക് കേട്ടിട്ട് നീ ഒന്നും വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗ്രേസി സമാധാനിപ്പിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് പോവാം ഷെറിൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റുമെന്നില്ല, അവർ സത്യം പറയണമെന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് ഷെറിനെ കാണാൻ ശ്രമിക്കാം, നിങ്ങളെൻ്റെ ബന്ധുക്കളാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. അപ്പോൾ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ, അതാണ് മാമച്ചൻ്റെ ഡൗട്ട്. നമുക്ക് പറഞ്ഞു നോക്കാം എന്ന് പറയും. പിന്നെ ടോണി വേറൊരു കാര്യം കൂടി പറയും, ഞാൻ ആദ്യം പോയിട്ട് ഷെറിനെ കണ്ട് സംസാരിക്കാം, എന്നിട്ട് സാഹചര്യം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നാൽ മതി എന്ന് പറയും. ശരി എന്ന് പറയും. അങ്ങനെ ടോണി പോയിട്ട് കോളിംഗ് ബെല്ല് അടിക്കണം. അപ്പം നമ്മുടെ ആൻസിയുടെ ഭർത്താവാണ് റോബിൻ ചേട്ടനാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ റോബിൻ ചോദിക്കും, നീ എന്തിനാണ് വന്നത് എന്ന്. അപ്പോൾ ടോണി പറയും, ഇതെൻ്റെ ഭാര്യ വീടാണ്, ഞാൻ നിയമപരമായിട്ട് വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയുടെ വീടാണ്, എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ വരാം, അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോൾ റോബിൻ പറയും, നിങ്ങൾ 1 വർഷം മുൻപേ അവളെ കൊടുന്ന് ഇവിടെ ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും കാണാൻ വന്നിട്ടുള്ളത്? അപ്പോൾ ഞാൻ നിയമപരമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, ഷെറിൻ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയല്ലേ എന്ന് പറയാം.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ആൻസി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആൻസി പറയും, റോബിച്ചായ കാണണമെങ്കിൽ കണ്ടോട്ടെ, കണ്ടിട്ട് പൊക്കോളും, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴും റോബിച്ചൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. വീണ്ടും റോബിച്ചൻ ഓരോന്ന് പറഞ്ഞിട്ട് മാക്സിമം തടയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആൻസിയാണൊന്ന് മയപ്പെടുത്തുന്നത്. ആൻസി പറയും, റോബിച്ച ടോണി കണ്ടിട്ട് പോവുകയാണെച്ചെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ശരി എന്ന് അകത്ത് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ആൻസി അകത്തോട്ട് കയറ്റും. എന്നിട്ട് റോബിൻ്റെ ചേട്ടനെ വിളിക്കും. എന്നിട്ട് പറയും, ദേ ടോണി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആൽബിൻ അപ്പുറത്ത് ഫോൺ എടുത്തുള്ള ആൽബിനാണ്. അപ്പോൾ ആൽബിൻ ചോദിക്കും, ഏത് ടോണി? നമ്മുടെ ഷെറിയുടെ കെട്ടിയോൻ ടോണി ഇല്ലേ, അവൻ അധികാരം കാണിക്കാൻ വന്നിരിക്കുകയാണ്, ആൽബിച്ചായനൊന്നും ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ച് പറയണം. ഇതേ സമയം ആൻസി റോബിനെ നമ്മുടെ ഷെറിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ടോണി ചോദിക്കും, എന്താ റൂം പൂട്ടിയിട്ടിരിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല, അവിടെ ചിലപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി റോട്ടിലോട്ടൊക്കെ ഇറങ്ങി പോവും, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല, അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ആൻസി പൂട്ട് തുറക്കും. തുറന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയും, ഷെറിനെ ഇത് ആൻസി ചേച്ചിയാണ് മോളെ, ഒന്ന് വാതിൽ തുറക്ക്. അപ്പോൾ അവൾ പറയും, ഞാൻ വാതിൽ തുറക്കില്ല, നീ ഒന്ന് തുറക്ക് മോളെ എന്ന് പറഞ്ഞ് കുറേ സോപ്പിട്ടിട്ട് അവൾ വാതിൽ തുറക്കും. അങ്ങനെ തുറന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾ ടോണീനെ കാണുന്നത്. അത് ടോണീനെ കണ്ടതോടുകൂടി അവൾക്ക് ആകെ വിഷമവും സങ്കടമൊക്കെയാവും, കണ്ണൊക്കെ നിറഞ്ഞ് അവൾ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലാവും. പിന്നെ അവൾ ടോണിയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും, ടോണിച്ചായ എന്ന് പറഞ്ഞ് ടോണീനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, ടോണിച്ചായ എന്നെ ഇവിടെ ഇട്ട് പോയതല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് പോയത്? അപ്പോൾ ടോണിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഷെറിനും കരഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ടോണിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പാവം തോന്നിട്ട് ശരിക്കും കണ്ടാൽ. അപ്പോൾ എന്നിട്ട് ഇവൾ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുക. പക്ഷെ ടോണിയുടെ കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നൊന്നുമില്ല. അവന് ഇഷ്ടമുണ്ട്, സങ്കടമുണ്ട്, പക്ഷേ ഈ തന്നെ ചതിച്ചില്ലേ എന്നുള്ള ആ ഒരു കാര്യം അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഷെറിൻ ഇത്ര ഇമോഷണലായിട്ട് ടോണിയെ കെട്ടിപ്പിടിച്ചപ്പോഴും ടോണി ഒരു കൈ പോലും ഒരു വിരൽ പോലും അനക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആൻസിയും ഇങ്ങനെ നോക്കുന്നുണ്ടത് കണ്ടിട്ട്. എന്നിട്ട് ഷെറിൻ പറയാണ്, ടോണിച്ചൻ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്? എത്ര കാലമായി എന്നെ കാണാൻ വന്നിട്ട്, എന്നെ കൊണ്ടുപോയില്ലേ ഇവിടെ നിന്ന്, എനിക്ക് എന്തൊരു വിഷമാണെന്നറിയാം ടോണിച്ചനെ കാണാതെ എന്നൊക്കെ പറയണം. അപ്പോഴും ടോണി അതൊന്നും കാര്യമായിട്ട് അതിനൊന്നും മറുപടി പറയുന്നില്ല. ടോണി ജസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസിയും അതിങ്ങനെ കണ്ട് നിൽക്കണം. ആൻസിക്ക് സങ്കടമാവണം, അപ്പോൾ അവൾ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ പറയല്ലേ അങ്ങനെ. അപ്പോൾ വീണ്ടും അവളിങ്ങനെ പറയണ്ടേ, എന്നെ കൊണ്ടുപോയില്ലേ ടോണിച്ചായ ഇവിടെ നിന്ന്, ഞാൻ എത്ര കാലമായി ടോണിച്ചായനെ കാത്തിരിക്കുന്നു, ഞാൻ എന്തോരം വിഷമാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്, ടോണിച്ചായൻ എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതേ സമയം തന്നെ നമ്മുടെ കാറിലിരിക്കുന്ന മാമച്ചനും ഗ്രേസും വളരെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. എന്താണ് ഈ വീടിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ അവർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ എത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേടെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.